ദൈവത്തിന് സ്തോത്രം. ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം കാണുന്നു: പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനോസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. ഇവിടെ ഒരു തെറ്റ് ചെയ്ത അടിമയ്ക്ക് വേണ്ടി അവന്റെ യജമാനനോട് പൗലോസ് അപേക്ഷിക്കുന്ന അപേക്ഷയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ താൻ ഇപ്പോൾ വളരെയധികം വയസ്സ് എന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോസിന്റെ പല പ്രവർത്തന മേഖലകളെ കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിപ്പാനിടയായിട്ടുണ്ട്. തന്റെ 3 മിഷണറി യാത്രകളെ കുറിച്ചും മറ്റുമൊക്കെ. വീണ്ടും നാം അതിനോടുള്ള ബന്ധത്തിൽ അല്പം കൂടി ചിന്തിക്കുമ്പോൾ അനേക സ്റ്റോയിക് തത്വചിന്തകന്മാരുടെ ജന്മസ്ഥലവും ഒരു പ്രധാന വാണിജ്യ കേന്ദ്രവുമായിരുന്നു റോമൻ പട്ടണം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയാണ്, ആ പട്ടണത്തിലെ തർസോസിലാണ് ഏതാണ്ട് AD 2 പൗലോസിന്റെ ജനനം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. യഹൂദന്മാരിൽ യഹൂദനായി ജനിച്ച പരീശപുത്രനായ ശൗൽ വളർന്നത് യാഥാസ്ഥിതിക യഹൂദ മതത്തിലായിരുന്നു. ഏതാണ്ട് 13-ാമത്തെ വയസ്സിൽ തന്നെ താൻ യെരുശലേമിൽ പോയി ഗമാലിയേലിന്റെ കീഴിൽ തന്റെ പഠനം പൂർത്തിയാക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം 30 വയസ്സുള്ള ഒരു ബാല്യക്കാരനായിട്ടാണ് ആദ്യമായി അപ്പസ്തോല പ്രവർത്തികളിൽ അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത്. ശിശുവായ യേശുവിനെ ഒടുക്കിക്കളയുവാൻ ഹേരോദാവ് അരയും നെഞ്ചും മുറുക്കി ഇറങ്ങിയതുപോലെ ക്രിസ്തു സഭയെ മുളയിലെ നുള്ളിക്കളയുവാൻ ദൃഢപ്രതിജ്ഞ ചെയ്ത് പൗലോസ് ഇറങ്ങിയ ഒരു കാലഘട്ടമുണ്ടായി. കാരണം എന്തെന്ന് ചോദിച്ചാൽ തന്റെ അന്നത്തെ മത തീഷ്ണതയും അറിവും നിമിത്തമായിരുന്നു അത്. എന്നാൽ താമസിയാതെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു തന്നെ സന്ദർശിക്കുകയും യേശു തന്നെ ദൈവപുത്രൻ എന്ന് യഹൂദന്മാരുടെ പള്ളികളിൽ പിന്നീട് താന് ശക്തിയോടെ പ്രസംഗിച്ചു തുടങ്ങിയതുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതെ, തന്റെ 3-ാം മിഷണറി യാത്രയിൽ ഗലാത്യയിലെയും ഫ്രിങ്കിലെയും ശിഷ്യന്മാരെ താന് ശക്തിപ്പെടുത്തിയിട്ട് 3 വർഷം നീണ്ടുനിന്ന ഫലവത്തായ ഒരു പ്രവർത്തനം എഫെസോസില് ആരംഭിക്കുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 3 മാസം പള്ളികളിൽ താൻ പ്രസംഗിച്ചു. എന്നാൽ എതിർപ്പ് വളരെയധികം വർദ്ധിച്ചപ്പോൾ പള്ളി വിട്ട് തുറന്നോസിന്റെ പാഠശാലയില് ദിനം പ്രതി പ്രസംഗിച്ചുകൊണ്ട് 2 വർഷം വിജാതീയരുടെ ഇടയില് താൻ പ്രവർത്തിച്ചതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓർക്കുക, താൻ പിന്നീട് പള്ളി വിട്ട് വെറും ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അസാധാരണ അത്ഭുതങ്ങൾ, മന്ത്രവാദികളുടെ മേലുള്ള ആ വിജയങ്ങള്, അതേപോലെ അർത്തമിസ് ദേവി പൂജയ്ക്കുള്ള ആക്രമണങ്ങള് എന്നിവ ആ സമയത്ത് ആ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ താന് ഉൾപ്പെട്ടു നിന്നിരുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ ഇതെല്ലാം നേരിടേണ്ടതായിട്ട് വരികയും അതേപോലെ ആ അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികളൊക്കെ പൗലോസിലൂടെ നടക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. AD 64 നീറോയുടെ വലിയ പീഡനം അഴിച്ചുവിട്ടല്ലോ. അപ്പോഴാണ് താന് തടവിലാകുന്നത്. അങ്ങനെ ആ തടവിൽ താന് ആയിരിക്കുന്നതായ സന്ദർഭം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ വെച്ച്, അല്ലെങ്കിൽ താൻ റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, ആ നേരത്തെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ ഫിലോമോന്റെ ഭവനത്തിൽ നിന്ന് ചില മോഷണങ്ങൾ നടത്തി അവിടെ നിന്ന്
തടവിലായ ഒരടിമയായിരുന്നു ഒനോസീമോസ്. ഈ ഒനോസീമോസും ഈ തടവില് അകപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കണം, ഒന്നൊരു വിശുദ്ധൻ, മറ്റൊന്ന് ഒരു കള്ളൻ തടവിൽ കിടക്കുകയാണ്. എന്നാൽ പൗലോസ് അവിടെ വെച്ച് ഈ ഒനോസീമോസിനോട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് താൻ പറയുകയും ഒനോസീമോസ് ആ തടവിൽ വെച്ച് മാനസാന്തരപ്പെടുകയും താനും ഒരു ക്രിസ്ത്യാനിയായി തീരുവാനായിട്ട് ഇടയായിത്തു. ഈ സാഹചര്യത്തിൽ പിന്നീട് ഒനോസീമോസിന് മോചനം ലഭിച്ചപ്പോൾ പൗലോസ് അവന്റെ പഴയ യജമാനൻ എഴുതുന്ന കത്താണ് ഈ ഫിലോമോൻ എഴുതിയതാകുന്ന ലേഖനം. അവിടെ പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ വളരെ വയസ്സനാണ്, നിന്നോട് ഞാനിപ്പോൾ അപേക്ഷിക്കുകയാണ്. അപേക്ഷിക്കാതെ തന്നെ ഒരു ഓർഡർ കത്ത് കൊടുക്കുവാൻ പൗലോസിന് ആ ഫിലോമോന്റെ മേൽ അധികാരമുണ്ട്. എങ്കിലും പറയുകയാണ്, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? നിന്റെ അടിമയ്ക്ക് വേണ്ടി. അന്നത്തെ റോമൻ നിയമം അനുസരിച്ച് ഒരടിമ അവിടെ വെച്ച് കള്ളത്തരം ചെയ്താൽ, മോഷണം നടത്തിയാൽ അവനെ കൊന്നുകളയുകയുള്ളൂ അവസാനം. എന്നാൽ ഇവിടെ ഇതാ പറയുകയാണ്, അവനിപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചവനാണ്. അവൻ എനിക്കും നിനക്കും ഒരുപോലെ പ്രയോജനമുള്ളവനാണ്. അഥവാ ഇനി അവൻ അടിമയല്ല, അല്ലെങ്കിൽ അടിമയും ആ യജമാനനും എന്നുള്ള ബന്ധമല്ല. നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ആ നിലയിൽ നീ അവനെ കൈക്കൊള്ളണമെന്ന് പറഞ്ഞുകൊണ്ടുള്ളതായ ക്രിസ്തുവിന്റെ സ്നേഹം എന്മാത്രം ഉൾക്കൊള്ളിക്കാമോ അത്രയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായ ഒരു കത്താണ് ഇവിടെ ആ യജമാനൻ, അല്ലെങ്കിൽ ഒനോസീമോസിന്റെ യജമാനനാകുന്ന ഫിലോമോന് പൗലോസ് ഇവിടെ എഴുതുന്നത് എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഓർക്കുക, ഈ പൗലോസിന്റെ അവസാന കാലത്ത് തന്നെ മിക്കവാറും എല്ലാവരും കൈവിട്ടുപോയി. ലൂക്കോസ് മാത്രമേ തന്നോട് കൂടെ ഉണ്ടായിരുന്നുള്ളൂ. താനും ഈ തടവില് ആ നീറോ തന്റെ തല വെട്ടുവാൻ തന്റെ നിര്യാണ കാലം അടുത്തു എന്നുള്ളതായ അനുഭവത്തിൽ 2 തീമോഥെയോസിന്റെ ലേഖനം 4:6 മുതൽ നാം വായിക്കുന്ന ആ അനുഭവത്തിൽ താൻ ആയിരിക്കുന്ന സന്ദർഭത്തിലും അവന്റെ ക്രിസ്തുവിലുള്ളതായ സ്നേഹം, ഒരാത്മാവിനെ നേടുവാനുള്ളതായ സ്നേഹം ഓർക്കുക. ഇപ്പോൾ പൗലോസ് താന്, അല്ലെങ്കിൽ ഒരു കാലത്ത് യഹൂദനായി ജനിച്ചവൻ, എല്ലാ അധികാരങ്ങളും റോമൻ പൗരത്വമുള്ളവൻ, ഇപ്പോൾ ഇതാ ഒരു വയസ്സനായി താൻ ആ കാരാഗ്രഹത്തിൽ കഴിയുകയാണ്. അതെ, നാം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ക്രിസ്തീയ സഹോദരങ്ങൾ പോലും തന്നെ എല്ലാവരും കൈവിട്ടുപോയി. താൻ പറയുന്നത് ഇപ്പോൾ ലൂക്കോസ് മാത്രമേ എന്നോടുള്ളൂ എന്നാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ലോകം നമ്മളെ കൈവിടും, എല്ലാവരും കൈവിടും. കൈവിടാത്തവനായ ഒരു കർത്താവ് മാത്രമേ അവസാന നിമിഷത്തിൽ, നിര്യാണ കാലത്തിലും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട്, എന്നാൽ പൗലോസിനെ പോലെ വീറോടെ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിലെ കിരീടങ്ങളല്ല വിഷയം, ഈ ലോകത്തിലെ സിംഹാസനങ്ങളല്ല, ഈ ലോകത്തിലെ കസേരകളല്ല, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങൾക്ക് അല്ല വിഷയം. ആ ക്രിസ്തുവിന്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് പൗലോസിനെ പോലെ നമുക്ക് മുൻപോട്ട് ഓടാം. അതെ, ഇവിടെ നമുക്ക് നിലനിൽക്കുന്നത് യാതൊന്നുമില്ല. അതെ, ആ ദൈവ സ്നേഹത്തിനായി ഹല്ലേലൂയ ദാഹിച്ചുകൊണ്ട് ആ പൗലോസിനെ പോലെ നമുക്ക് ഓടാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ വല്ലഭനായി വെളിപ്പെടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം
ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും, തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉറച്ചിടുക സഹോദരരെ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. മിന്നൽ പിണറുകൾ വീശും പിന്മാരിയെ ഊറ്റുമവൻ. ഉണരുകയായി ജനക്കോടികൾ, തകരുമപ്പോൾ ദുശക്തികളും.